നമുക്കിന്ന് കാളം വയ്ക്കാം. കാളൻ വയ്ക്കാം. നമുക്ക് അതിന് കായാണിത്. നമുക്ക് കാളം വയ്ക്കാം കേട്ടോ. അതിലേക്ക് കായാണല്ലോ ഏറ്റവും പ്രധാനം. അത് ഞാൻ തൊണ്ട് കളഞ്ഞ് നുറുക്കി ഈ ഇതായിട്ട് നമ്മൾ വട്ട ഉപ്പേരിക്കൊക്കെ നുറുക്കണ പോലെ, അല്ല ശർക്കര വരട്ടിക്ക് നുറുക്കണ പോലെ ഇങ്ങനെ നുറുക്കി ഞാൻ വെള്ളത്തിലിട്ടു. ഒരു കറയുണ്ടല്ലോ, കണ്ട പിരിപിരിയായിട്ട് ഇങ്ങനെ കിടക്കണത്, ആ കറയൊന്ന് ഇളകാൻ വേണ്ടിയിട്ട് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചേക്കാറുന്നു. അപ്പോൾ അത് നമുക്ക് കഴുകി മൺചട്ടിയിൽ വയ്ക്കാം. നമുക്ക് അതിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ, പിന്നെ ഒരു അരപ്പൊക്കെ തയ്യാറാക്കണം. അതിലേക്ക് അരപ്പിന് നമുക്ക് നാളികേരം വേണം, ചുവന്നുള്ളി വേണം, വെളുത്തുള്ളി വേണം, പച്ചമുളക് കായ നമുക്ക് കഴുകി ചട്ടിയിൽ, എപ്പോഴും മോര് കറി ആയാലും മീൻ കറി ആയാലും നമുക്ക് മൺചട്ടിയിൽ വെക്കുന്നതാണ് നല്ലത്. അതിലേക്ക് 2 പച്ചമുളക് ഇട്ടാ, 2 പച്ചമുളക് കീറിയിടാം. ഇങ്ങനെ കീറി അതിലേക്ക് നമ്മൾ മുളക് പൊടി ചേർക്കണില്ല. കുരുമുളകാണ്, പച്ചമുളകും കുരുമുളകും ആണ് ചേർക്കണത്. ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില ഊരിയിടാം. കുറച്ച് കുരുമുളക് പൊടി, ഇട്ടു. എരിവിന് നമുക്ക് കുരുമുളകും പച്ചമുളകുമാണ് നമ്മൾ ചേർക്കണത്. ഇനി അല്പം മഞ്ഞപ്പൊടി, കായയിലൊന്ന് പിടിക്കാം. പിന്നെ നമ്മൾ അരപ്പ് ചേർക്കുമ്പോൾ മഞ്ഞപ്പൊടി കൂടുതൽ ചേർക്കും. മോരൊക്കെ ഒഴിക്കുമ്പോൾ ഒരല്പം മഞ്ഞപ്പൊടി ഇട്ടു. കുറച്ച് ഉപ്പ് എന്ന് വെച്ചാൽ നമ്മൾ അധികം ഉപ്പിട്ടിരുന്നെങ്കിൽ കഷ്ണത്തിൽ ഉപ്പ് വല്ലാണ്ട് പിടിക്കും. പിന്നെ ഇതിനെ നമുക്ക് വെള്ളം ഒഴിച്ച് വെച്ച് വേവിക്കാം. ഇപ്പോൾ ഇത്രയും സാധനമാണ് കായ വേവാനായിട്ട് വെച്ചേക്കണത്. ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് വേവിക്കാൻ വയ്ക്കാതെ നമുക്ക് അരപ്പ് തയ്യാറാക്കാം കാളന്. അപ്പോൾ ഇത് 3 ഘട്ടമായിട്ടാണ് നമ്മളിതിലേക്ക് ഇത് വരിക. എന്നുവെച്ചാൽ കായ ഇത് അടപ്പത്ത് വയ്ക്കാം, അതിനൊരു ഇത് ചേർത്ത് നമ്മൾ അടപ്പത്ത് വെച്ചു. ഇനി അരപ്പ് തയ്യാറാക്കണം. ആ അരപ്പിന് നാളികേരം, 1 മുറി നാളികേരം എടുത്തിട്ടുണ്ട്. പിന്നെ ഇനി അതിലേക്ക് നമുക്ക് ഇത്രയ്ക്ക് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. അതേപോലെ ഇത്രയ്ക്ക് വെളുത്തുള്ളി അതും എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് 1 നുള്ള് കുരുമുളക്, അരപ്പിനായിട്ട് 1 നുള്ള് കുരുമുളക് അതിടാം. അത്രയ്ക്ക് കുരുമുളക് അരപ്പിലേക്ക് എടുത്തിട്ടുണ്ട്. മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു. ഇത് 4 മണിയും കൂടി എടുക്കാം. എരിവ് പോരാൻ തോന്നിയാൽ നമുക്ക് ചേർക്കാം കറിയിൽ. ഇതിലേക്ക് നമുക്ക് അല്പം ജീരകവും കൂടി ഇട്ട് കൊടുക്കാം. അല്പം ജീരകം ഇട്ട് കൊടുത്തു. ഈ ഉള്ളി ഒക്കെ കൂടി നമുക്ക് പൊളിച്ച് ഇടാം. എരിവ് പോരാന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് കുരുമുളക് പൊടി ഇരിക്കുന്നുണ്ട്, അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം. അരപ്പൊക്കെ ചേർക്കുമ്പോൾ അതിൽ എരിവ് പോരാൻ തോന്നുകയാണെങ്കിൽ ഇത് ഉള്ളീനെ നമുക്ക് പൊളിച്ച് ഇട്ട് കൊടുക്കാം. ഉള്ളിയും വെളുത്തുള്ളിയും, ഇപ്പോൾ അതിലേക്ക് കുരുമുളക്, ജീരകം, അത്രയും സാധനം നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി ഉള്ളിയൊക്കെ ഞാൻ പൊളിച്ചിട്ടു. എന്ന് വെച്ചാൽ മുഴുവനോടെ ഇടുമ്പോൾ കിടന്ന് കറങ്ങി കിടക്കുള്ളൂ മിക്സിയുടെ ജാറിൽ. അപ്പോൾ നമ്മളത് പൊളിച്ചിടണമെന്ന്. അപ്പോൾ അതിലേക്ക് തൈരാണ് ഇട്ടത്. തൈര് ഇപ്പോൾ ചേർക്കണ്ട, നമ്മൾ അരപ്പൊക്കെ ഇതാക്കി കഴിഞ്ഞിട്ട് തൈരെടുത്താൽ മതി. അപ്പോൾ തൈര് അവിടെ മാറ്റി വയ്ക്കുക. നാളികേരം, 1 മുറി നാളികേരത്തിൽ കൂടുതൽ എടുത്തിട്ടുണ്ട്. ഇത് ഉള്ളിയുടെ കൂടെ നമുക്ക് ഇതാക്കി ഇടാം. നമുക്ക് ജാറിലേക്ക് ഇട്ട്
നന്നായിട്ട് അരയ്ക്കണം. നേരിട്ടത് ഇതാക്കിയിട്ട് പാകത്തിന് വെള്ളവും ഒഴിച്ചു കൊടുക്കുക അരപ്പിലേക്ക്. അധികം വെള്ളം ഇതാവരുത് എന്ന് വെച്ചാൽ നമ്മൾ ഇത് കട്ടയായിട്ട് എടുക്കുക. കാളെന്ന് പറയുമ്പോൾ നമ്മൾ ഇലയുടെ തുമ്പിലൊക്കെ വിളമ്പണ രീതിയിൽ കട്ടയാണല്ലോ. മറ്റേതിന് പുളിശ്ശേരി എന്നാണ് പറയുക. നമ്മൾ വെള്ളം പോരെങ്കിൽ നമുക്ക് അല്പം കൂടി ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ച് കൊടുത്തു. ഇത് തൈര് ഉണ്ടല്ലോ, നല്ല പുളിയുള്ള ഇല്ലത്തിൻ്റെ തൈരാണ്. നല്ല പുളിയുണ്ട് ഇത്. അപ്പോൾ ഈ തൈരാണ് ഞാൻ ഉപയോഗിക്കാറ്. അപ്പോൾ ഇത് മുഴുവനും വേണ്ട, ഒരു പാക്കറ്റ് മുഴുവനൊന്നും വേണ്ട. നമ്മൾ നിങ്ങൾക്ക് എത്ര കറി ആവശ്യമെങ്കിൽ അതനുസരിച്ച് കായായാലും അതിൻ്റെ അരപ്പിനുള്ള സാധനങ്ങളും തൈരും ഇതൊക്കെ എടുക്കാം കേട്ടോ. എന്നുവെച്ചാൽ കൂടുതൽ ആൾക്കാർ ഇതൊക്കെ ഉള്ളിടത്താകുമ്പോൾ ചിലപ്പോൾ കൂടുതൽ വെക്കണം തോന്നിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെ കായയുടെ എണ്ണമൊക്കെ കൂട്ടാം. ഞാൻ ഇപ്പോൾ ഒരു 3 കായാണ് എടുത്തേക്കണേ. ഇത് നമുക്കിത് അരച്ചെടുക്കാം. അപ്പം നമ്മുടെ അരപ്പ് തയ്യാറായി. ഇതേപോലെ നല്ല ഇതായിട്ട് മോൻ പറയാം, അവന് തരുതരുന്നനെ ഇരിക്കണം എന്നാണ് പറയുക. നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഇത്രയും ഇങ്ങനെ ഈ അരവ് മതി. നമ്മൾ കുരുമുളകും വെളുത്തുള്ളിയും ജീരകവും ചുവന്നുള്ളിയൊക്കെയും കൂടി കൂട്ടി അരച്ച് ഈ അരപ്പ് തയ്യാറാക്കി ഇവിടെ ഇരിക്കട്ടെ. നമുക്ക് കായ വെന്തോന്ന് നോക്കാം. നമ്മുടെ കായ അങ്ങനെ വെന്തൂട്ടാ നന്നായിട്ട്. നമ്മളിത് മൺചട്ടി ആവുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കണം ഇടയ്ക്ക്, അല്ലെങ്കിൽ അടി പിടിക്കും മൺചട്ടിയിൽ. അപ്പോൾ ഇത് നന്നായിട്ട് വെന്തു. ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർക്കാം. അരപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് വെള്ളം നന്നായിട്ട് വറ്റണം എന്ന് വെച്ചാൽ അധികം വെള്ളമായിട്ടുണ്ടെങ്കിൽ ലൂസായിട്ടിരിക്കും. കാളം നല്ല കട്ടിയിൽ, ഞാൻ പറഞ്ഞല്ലോ, നല്ല കട്ടിയിലിരിക്കണമെങ്കിൽ അധികം വെള്ളം വേണ്ട. കായ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചാൽ മതി. അത് തീ കുറവിലിട്ടിട്ടായാലും വേവിച്ച് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കിയില്ലെങ്കിൽ ചിലപ്പോൾ അടി പിടിക്കും. മൺചട്ടിയല്ലേ. ചിലർ ഉരുളിയിലൊക്കെ വെക്കണവരുണ്ട്. ഉരുളിയിൽ വെക്കാം. പക്ഷെ നമ്മൾ മൺചട്ടിയിൽ വെക്കണതാണ് ടേസ്റ്റ് കൂടുക. മോര് കറിയൊക്കെ. അപ്പോൾ നമുക്കിതിലേക്ക് അരപ്പ് ചേർത്തി കൊടുക്കാം. ഇനി അരപ്പ് ഇട്ട് കൊടുത്തു. അരപ്പിട്ടിട്ട് തൈരും ചേർത്തി കൊടുക്കാം. തൈര് ചേർക്കുമ്പോൾ ഒന്നുകൂടി വെള്ളം ലൂസാവുമല്ലോ. അപ്പം അതുകൊണ്ടാണ് വെള്ളം അധികം ചേർക്കരുതെന്ന് പറയുന്നത്. നമുക്ക് ആ ജാറൊക്കെ ഒന്ന് കഴുകി ചേർക്കാം. അതിലത്തെ അരപ്പൊക്കെ ഇങ്ങോട്ട് കിട്ടണമല്ലോ. ഇളക്കി കൊടുത്ത കത്രിക എടുത്തായിരുന്നു. നമുക്ക് അരപ്പ് ചേർത്തി കൊടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പൊക്കെ കുറവാകും കേട്ടോ. കുറവാണെന്ന് വെച്ചാൽ ഒരു നുള്ളുപ്പല്ലേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ നമുക്കത് ഉപ്പൊക്കെ അരപ്പിലേക്ക് പിടിക്കാനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുക്കണം. നമുക്ക് തൈര് ഒഴിച്ച് കൊടുക്കാം. തൈര് ഒഴിച്ച് കുറച്ചും കൂടി മഞ്ഞൾപ്പൊടി കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. പുളി നമുക്ക് നോക്കിയിട്ട് ചേർത്താൽ മതി. അധികമായ ഭയങ്കര പുളി കൂടുമല്ലോ. പുളി കൂടിയ ടേസ്റ്റ് പോവും. അപ്പോൾ നമുക്ക് കുറച്ച് തൈര് ഇട്ട് കൊടുത്തു. നല്ല കട്ട തൈരാ. നമുക്ക് മഞ്ഞൾപ്പൊടി കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം, ഒരു കളറ് വരണ്ടേ. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു.
ഉപ്പ് എടുത്തിട്ട് ഉപ്പ് കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം. കയ്യിൽ നിന്ന് ഇട്ടോ. ഇപ്പോൾ ഇതിലേക്ക് നമുക്ക് ഉപ്പും മഞ്ഞപ്പൊടിയും കുറച്ചുകൂടി ഇട്ട് കൊടുത്തു. ഇപ്പോൾ നമുക്ക് കാളൻ എന്ന് പറയുമ്പോൾ ഇലയുടെ തുമ്പിലൊക്കെ വിളമ്പണം ഞാൻ പറഞ്ഞല്ല. അപ്പം അത് നമ്മൾ സദ്യക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂട്ടണതല്ലേ. അപ്പോൾ എപ്പോഴും ഇളക്കണം, ചാടി പിടിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ ഇത്രയ്ക്ക് ഇതായി, ഇനി ഇതൊന്നുകൂടി കട്ടിയാവും. തിളച്ച് ഇതായി വരുമ്പോൾ അല്പം കൂടി കട്ടയാവും. അത് നമുക്ക് നന്നായിട്ട് പുളി അധികം ആവണ്ട എന്ന് വെച്ചാൽ നമുക്ക് ഞാൻ മഞ്ഞൾപ്പൊടി ഒരല്പം കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് വറക്കാനുള്ള സാധനങ്ങൾ എടുക്കണം. അപ്പോൾ നമ്മുടെ കാളൻ റെഡിയായി. നല്ല ഇനി ഇത് ഇരുന്ന് മൺചട്ടിയാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ഇരുന്നൊന്നുകൂടി കട്ടയാവും. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു മേമ്പൊടി പോലെ ഒരല്പം ഉലുവപ്പൊടി ഇട്ട് കൊടുക്കുക. അത്രയ്ക്ക് ഉലുവപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരു നല്ല ടേസ്റ്റും മണമൊക്കെ കിട്ടാൻ നല്ല ഇതാണ്. അത്രയ്ക്ക് ഉലുവപ്പൊടി ഇട്ട് കൊടുത്തു. ഉലുവ ഞാൻ വറുത്ത് എപ്പോഴും ഉലുവ വറുത്ത് പൊടിക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ അല്പം വറുത്ത് പൊടിച്ച് വച്ചേക്കണതാണ്. അത് നമ്മുടെ കറി എല്ലാം പാകമായി കഴിഞ്ഞ് ഇറക്കണ സമയത്ത് അത് ഇട്ട് കൊടുത്താൽ മതി. നമുക്ക് കറി ഇറക്കി വയ്ക്കാം. തിരിയുടെ ഒരെണ്ണം കിട്ടിയില്ല. ചട്ടി നമുക്ക് ചീനിച്ചട്ടി വെച്ച് ഇനി അതിലേക്ക് വറുത്തിടാനുള്ള കാര്യങ്ങൾ നോക്കാം. വറുത്തിടാൻ നോക്കാം. നമുക്ക് ചീനിച്ചട്ടിലേക്ക് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചീനിച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ അത് മതി. ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് ഒരു നുള്ളു ഉലുവ, നമ്മൾ ഉലുവ പൊടി അല്പം ഇട്ടിട്ടുണ്ട്. അത് കറിക്ക് നല്ലൊരു മണവും ഇതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഒരു നുള്ളു ഉലുവ പൊട്ടിക്കോട്ടെ. ഉലുവ നന്നായിട്ട് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇട്ടു. ഒരു 3 വറ്റൽമുളക്, കറി കുറവല്ലേ ഉള്ളൂ, അപ്പോൾ അതുകൊണ്ട് ഞാൻ 3 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമുക്കുണ്ടല്ലോ ഇതിലേക്ക് ഇത് ഓഫാക്കാം. ഇതെല്ലാം മൂത്തു, നമ്മുടെ വറവ് മൂത്തിട്ടുണ്ട്. അപ്പം അത്
തീ ഓഫാക്കി കൊടുക്കാം. എന്നിട്ട് ഞാൻ എപ്പോഴും ചെയ്യണ പോലെ മോര് കറിക്ക് ഇതൊക്കെ നമുക്ക് ഒരല്പം മുളക് പൊടി, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരല്പം മുളക് പൊടി ഇട്ട് കൊടുക്കാം. മതി. നമ്മുടെ ഇത് താളിച്ചത്, കറിക്ക് താളിച്ചത് ശരിയായി. ഇത് താളിച്ചത് ഇതിലേക്ക് ഒഴിക്കാം. ഇത്തിരി മാറ്റി വയ്ക്കണം. എന്താ നല്ല ഇപ്പം തന്നെ നല്ല കട്ടയായി. തൈര് ഞാനത് മുഴുവൻ എടുത്തിട്ടില്ല കേട്ടോ, പകുതി എടുത്തിട്ടുള്ളൂ. പകുതി തൈര് എടുത്തിട്ടുള്ളൂ. നല്ല പുളിയുണ്ട്, നല്ല തൈരാണ്. ഒന്ന് മൂടി വെക്കാം നമുക്ക്. ഒരു 5 സെക്കൻഡ് ഒന്ന് മൂടിയിരുന്നോട്ടെ. അത് ആ എണ്ണയുടെയും ഇതൊക്കെ ഒന്ന് ആവിയിൽ ഇതാവാൻ. അപ്പം അങ്ങനെ നമ്മുടെ കാളൻ ഓണമൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ നമുക്കത് സ്പെഷ്യലായിട്ട് ഓണത്തിന് നമ്മളെന്തായാലും കാളം വയ്ക്കൂലോ. അപ്പോൾ അത് ഒന്ന് എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്തിയതാണ്. നമുക്കതൊന്ന് തുറക്കാത്തിരി കഴിയുമ്പോൾ നമ്മുടെ കറി കാളൻ കായാണ് എടുത്തിട്ടുള്ളത്. ചേന ഇട്ടായാലും വെക്കാട്ടാ. ചേന ചിലർ ചേന ഇട്ട് വെക്കും. ചേന ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ആർക്കും വലിയ താല്പര്യമില്ല. കാളൻ ഇപ്പോൾ നല്ല കട്ട കാളനായി ഉണ്ടാ കയ്യിൽ നിന്ന് മുറിഞ്ഞ് വീഴണ പരുവായി. അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. നമുക്ക് ഓണമല്ലേ വരുന്നത്, സദ്യക്ക് കാളൻ എന്തായാലും ഉറപ്പായിട്ട് എല്ലാവരും വയ്ക്കും. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ശ്രമിച്ച് നോക്കുക. ഇഷ്ടമായെങ്കിൽ അഭിപ്രായം പറയുക. നല്ല കൈവെള്ളയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ നല്ല ഇതായിട്ട് നിൽക്കും. നല്ലതാണ്. മേമ്പൊടി പോലെ ഒരു നുള്ളു ഉലുവപ്പൊടിയും ഇതൊക്കെ ഇടാട്ടാ കാളം വയ്ക്കുമ്പോൾ. പുളിയൊക്കെ ആവശ്യത്തിന് എല്ലാവരും താല്പര്യം അനുസരിച്ച് പുളിയൊക്കെ ചേർക്കാൻ. ചിലർക്ക് കൂടുതൽ പുളി വേണമെന്നുണ്ടാവും, ചിലർക്ക് പുളി കുറവും മതി. അപ്പം അങ്ങനെയുള്ളത് ഇതിന് നമ്മൾ മുളക് പൊടി ചേർക്കണേ ഇല്ല. അത് കടുക് താളിക്കുമ്പോൾ ഒരു നുള്ള് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ വറുത്തിടണേൽ കൂടെ അങ്ങനെ ചെയ്യുള്ളൂ. കുരുമുളകാണ് കൂടുതലും ഇതിന് ചെയ്യുക, കുരുമുളകും പച്ചമുളകും. അപ്പം ഇതെല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് പരീക്ഷിക്കുക. എല്ലാവരും ഇത് ചെയ്ത് നോക്കിയിട്ട്, എല്ലാവർക്കും അറിയാം കാളം വയ്ക്കാനൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. പക്ഷെ ഇത് എൻ്റേതായ രീതിയിലുള്ളത് എല്ലാവരും ഇതൊന്ന് ശ്രമിച്ച് നോക്കുക. എന്നിട്ട് ഇഷ്ടമായെങ്കിൽ അഭിപ്രായം പറയുക.